പ്രിയ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് അജിത് ശ്രീധർ, ശ്രീ ബാബു ജയൻ, ശ്രീ എൻ കൃഷ്ണൻ, മറ്റ് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും സാദര നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി, കോവിഡ് എന്ന അസുര വൈറസിനെതിരെ നമ്മളെല്ലാവരും യുദ്ധത്തിലാണ്. സാമൂഹ്യ അകലം പാലിക്കുക, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഈ മഹാമാരിക്കെതിരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 21-ാം തീയതി മുതൽ 100 പേര് അടങ്ങുന്ന പരിപാടികൾ നടത്താം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആണ് നമ്മൾ ഈ ഒരു ഹോൾ പ്രോഗ്രാം തീർച്ചപ്പെടുത്തിയത്. എന്നിട്ടും ഭയം നമ്മളെ വിട്ടുമാറുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ എത്തിയിട്ടില്ല. എന്തായാലും ഈ പരിപാടി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച ഹിന്ദു ഐക്യവേദിയുടെ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിച്ച കമ്മിറ്റിയുടെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 99 വർഷം മുമ്പ് ഇതേ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 1921 സെപ്റ്റംബർ 25, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു കറുത്ത വെളുത്ത ദിനമായിരുന്നു. വെളുത്ത ദിനം എന്ന് പറഞ്ഞത് ഒരു പകലായിരുന്നു. സെപ്റ്റംബർ 25 ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മറക്കാനും പൊറുക്കാനും കഴിയാത്ത, ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ഒരു കറുത്ത പകലായിരുന്നു. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ മറവിൽ ഏറനാട് മുഴുവൻ സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി ഒരു സംഘം മുസൽമാന്മാർ വാളും വാരികുന്തവുമായി ഇറങ്ങി പുറപ്പെട്ടു. കയ്യിൽ കിട്ടിയ ഹിന്ദുക്കളെ അവർ പിടിച്ചു കെട്ടി ആട്ടിത്തൊളിച്ചു. തുവൂർ എന്ന ഗ്രാമത്തിലാണ്. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ അക്രമ സംഭവങ്ങളും ആട്ടിത്തെളിക്കലും നടക്കുമ്പോൾ ഞാനീ പറഞ്ഞത് തുവൂർ ഗ്രാമത്തിലെ മാത്രം കാര്യമാണ്. കയ്യിൽ കിട്ടിയ എല്ലാവരെയും പിടിച്ചു കെട്ടി അവരെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി. അവരുടെ മേൽ ചാർത്തിയ കുറ്റം ബ്രിട്ടീഷ് ഗവൺമെന്റിന്, ബ്രിട്ടീഷ് പട്ടാളത്തിനെ ഒറ്റുകൊടുത്തു എന്നാണ്. ഈ മാപ്പിള ലഹളക്കാരെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒറ്റുകൊടുത്തു എന്ന കുറ്റം ചാർത്തിയിട്ടാണ് ഓരോ വീടും അരിച്ചു പെറുക്കി അതിൽ കണ്ട ആണുങ്ങളെ പിടിച്ചു കൊണ്ടുപോയത്. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അകലെ ദൂരെ ഒരു പറമ്പിലേക്ക്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഈ പട്ടാളത്തെ സഹായിച്ച കുറ്റാരോപണമല്ല വായിച്ചത്. അവിടെ ചോദിച്ചത് 2 ചോദ്യമാണ്. ദീൻ വിശ്വസിക്കണോ, ഇംഗ്ലണ്ടിൽ പോകണം? ദീൻ വിശ്വസിക്കണോ എന്ന് ചോദിച്ചാൽ മതം മാറുന്നോ അതോ മരിക്കണം? ഇംഗ്ലണ്ടിൽ പോകണം. ഈ പിടിച്ച് കെട്ടി കൊണ്ടുപോകുന്ന സമയത്ത്
ഇംഗ്ലണ്ടിൽ പോകണം എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുക മതം മാറുന്നതിനേക്കാൾ നല്ലതാണ് ബ്രിട്ടീഷുകാരുടെ നാടായ ഇംഗ്ലണ്ടിലേക്ക് പോവുക, മരണം എന്ന് അവർ ആ നേരത്ത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിൽ ഹിന്ദു ആയി ജനിക്കുകയും ഹിന്ദുവായി ജീവിക്കുകയും ഹിന്ദുവായി തന്നെ ഈ മണ്ണിൽ മണ്ണടിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവർ പറഞ്ഞു മതം മാറാൻ മനസ്സില്ല, ദീൻ വിശ്വസിക്കാൻ തയ്യാറില്ല. എന്നിട്ടോ അവരെ പിടിച്ചു കൊണ്ടുപോയി ആ പറമ്പിലെ ഒരു കിടക്കുവക്കിൽ കാത്തു നിന്നിരുന്ന ആരാച്ചാർ അവരുടെ കഴുത്ത് വെട്ടി അടിയിൽ നിന്നും കിണറ്റിലേക്ക് മറച്ചിട്ടു. അങ്ങനെ 38 ഹിന്ദുക്കളെയാണ് 99 വർഷം മുമ്പ് ഇതേ ദിവസം പകൽ തല വെട്ടിയിട്ട തുവൂർ ദുരന്തം, തുവൂർ കൂട്ടക്കുരുതി, ഹിന്ദു വംശഹത്യ. 40 പേരെയാണ് പിടിച്ചത്. അതിൽ 2 പേരെ വിട്ടയച്ചു. ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. അവസാന ശ്വാസം വരെ ഹിന്ദുധർമ്മത്തിൽ വിശ്വസിച്ച് മരണത്തെ ഏറ്റുവാങ്ങിയ ആ മഹാത്മാക്കളെ നമ്മൾ ഇന്ന് സ്മരിക്കുകയാണ്. ഹിന്ദു വംശഹത്യയുടെ ഓർമ്മ ദിനമാണ്. അവരുടെ സ്മൃതികൾക്ക് മുന്നിൽ നമ്മൾ ഇന്ന് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുകയാണ്. തുവൂർ കിണറിനെ കുറിച്ച് ഒരുപക്ഷെ വ്യാപകമായി ഈ വർഷം മുതലായിരിക്കണം പൊതുവായി ഇത്തരം പരിപാടികൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ, വരും വർഷങ്ങളിൽ ഈ തുവൂർ കിണർ കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും, പുതിയ തലമുറകളിലേക്ക് കടന്നു ചെല്ലും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ 1921 നടന്ന മലബാർ കലാപമെന്നും ഖിലാഫത്ത് മൂവ്മെന്റ് എന്നും പറയുന്ന ഈ കലാപത്തിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, യുവാക്കൾ, ഇവരോടൊക്കെ ഒരേ തരത്തിൽ ചോദിച്ചു നോക്കുക. അവർ പറയും വാഗൻ ട്രാജഡി. അവർക്കറിയാവുന്ന ഏക ദുരന്തം വാഗൻ ദുരന്തമാണ്. അവർ അതിന്റെ ചരിത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരും, വാഗൻ ദുരന്തത്തിന്റെ. എന്നാൽ തുവൂർ കിണറിനെ കുറിച്ചോ അവിടെ നടന്ന ദുരന്തത്തെ കുറിച്ചോ അക്കാലത്ത് നടന്ന വംശഹത്യയെ കുറിച്ചോ പുതിയ തലമുറയ്ക്ക് യാതൊന്നും അറിയില്ല. ആ ചരിത്രം അവർ പഠിച്ചിട്ടില്ല. അവരെ ആരും ആ ചരിത്രം പഠിപ്പിച്ചിട്ടില്ല. ചരിത്രത്തിന്റെ അപ്പോലസ്തന്മാരാണെന്ന് അവകാശപ്പെടുന്നവരാണ് ഇടതുപക്ഷ ബുദ്ധിജീവികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റിന്റെ ചരിത്രകാരന്മാർ. അവരും അതുപോലെ തന്നെ പിന്നീട് വന്ന മുസ്ലിം ചരിത്രകാരന്മാരും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാപ്പിള ലഹളയുടെ യഥാർത്ഥ ചരിത്രത്തിനു മീതെ മഷിയൊഴിച്ചു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആ ചരിത്രത്തെ വികലമാക്കി, വികൃതമാക്കി. കെ മാധവൻ നായരുടെയും അതുപോലെ തന്നെ സി ഗോപാലൻ നായരുടെയും ഒക്കെ പുസ്തകങ്ങൾ, കുമാരനാശാന്റെ ദുരതവസ്ഥ എന്ന കാവ്യം, ഇതെല്ലാം ഈ മാപ്പിള ലഹളയുടെ യഥാർത്ഥ ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ പഠിച്ചു പോകരുത്, നമ്മൾ വായിച്ചു പോകരുത് എന്ന ഒരു ദൃഢനിശ്ചയം പലരുടെയും മുന്നിൽ പഴയ കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച കെ മാധവൻ നായരുടെ മലബാർ കലാപം ഒരു എഡിഷനിലൂടെ അവസാനിപ്പിച്ചു. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മലബാർ കലാപത്തിന്റെ മിനിറ്റ്സ് ആയിരുന്നു മാധവൻ നായരുടെ മലബാർ കലാപം എന്ന പുസ്തകം. അതുപോലെ തന്നെ ഗോപാലൻ നായരുടെ പുസ്തകം, അത് ഇംഗ്ലീഷിലായിരുന്നു, മലബാർ കലാപത്തെ കുറിച്ചുള്ള പുസ്തകം. ആ പുസ്തകവും നമുക്ക് അപ്രാപ്യമായി. അതുപോലെ തന്നെ ദുരവസ്ഥ, കുമാരനാശാന്റെ ദുരവസ്ഥ, ഈ 3 കൃതികൾക്ക്, ഈ 3 രചനകൾക്ക്, അത്തരം പുസ്തകങ്ങൾക്ക് ഒരു ഭ്രഷ്ട് കൽപ്പിച്ചു.
അവയെ ക്ഷുദ്രകൃതികളാക്കി മുദ്ര കുത്തി അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കാത്ത തരത്തിൽ അത് മൂടി വെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായ രീതിയിൽ ഇവിടെ മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മൂടി വെക്കപ്പെട്ട ഒരു ചരിത്രമാണ്, ഒരു ദുരന്തമാണ്, ഒരു കൂട്ടക്കുരുതിയാണ് തുവൂരിൽ സംഭവിച്ച തുവൂർ ട്രാജഡി. ഞാൻ പറഞ്ഞു വന്നത് വാഗൺ ട്രാജഡിയെ കുറിച്ചാണ് അല്ലേ. നമ്മളെങ്ങനെ വന്നു, കുട്ടികളുടെ കാര്യങ്ങൾ ചോദിച്ചാൽ കുട്ടികൾ വാഗൺ ട്രാജഡിയെ കുറിച്ച് പറയും എന്ന് പറഞ്ഞു. വാഗൺ ട്രാജഡിയെ കുറിച്ച് സിനിമയും വരാൻ പോവുക. എൻ്റെ സുഹൃത്താണ് അത് എടുക്കുന്നത്, വാഗൺ ട്രാജഡി എന്ന പേരിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് സിനിമയുടെ മറ്റത്തോളം എത്തി. ആഷിഖ് കപൂർ പൃഥ്വിരാജിൻ്റെ അല്ല, അതിന് പുറമെ ഈ മലബാർ കല മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട 3 സിനിമകളാണ് വരാൻ പോകുന്നത്. അതിലൊന്ന് വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡിയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ മുഴുവൻ വാഗണിലേക്ക് കുത്തി നിറച്ച് അവരെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന ഹൃദയഭേദകമായ ഒരു ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചത്. എന്നാൽ ആ വാഗൺ ട്രാജഡിയുടെ ആ ഒരു സംഭവത്തിന്റെ പിന്നിൽ ആധാരമായ കാര്യം എന്താ? ഹിന്ദു ഉന്മൂലനത്തിന്റെ അനിയന്ത്രിതമായ ഒരവസ്ഥയിൽ എവിടെയോ ഹിന്ദുക്കൾ എവിടെയോ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി മതം മാറാൻ വിസമ്മതിച്ചവരെ വെട്ടിക്കൊന്നു. വാക്കാലൂർ പുഴയും ചാലിയാർ പുഴയും ചുവന്ന് പരന്നൊഴുകി നിരവധി കിണറുകൾ ഹിന്ദുക്കളുടെ കിണർ മാത്രമല്ല, ഞാൻ അത് വഴിയെ വരുന്നുണ്ട്, നിരവധി കിണറുകൾ ഹിന്ദുവിന്റെ ബന്ധം കൊണ്ട് മൂടിക്കളഞ്ഞു. അങ്ങനെയുള്ള അനിയന്ത്രിതമായ ഒരു അവസ്ഥയിൽ ബ്രിട്ടീഷ് പട്ടാളം ആ വർഗീയ കലാപത്തെ, ആ ഹിന്ദു ഉന്മൂലന കലാപത്തെ അടിച്ചമർത്തുകയായിരുന്നു. വേണ്ടേ? ഒരു വർഗീയ കലാപം എവിടെ ഉണ്ടാകുന്നു, ആ വർഗീയ കലാപത്തെ അടിച്ചൊടുക്കേണ്ടത് ആ ഭരണകൂടത്തിന്റെ, ഏത് ഭരണകൂടത്തിൻ്റെതായാലും അവരുടെ ബാധ്യതയാണ്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയാലും ഈ കാലഘട്ടത്തിലെ ഗവൺമെന്റ് ആയാലും ബ്രിട്ടീഷുകാർ അതേ ചെയ്തിട്ടു. അനിയന്ത്രിതമായ കലാപത്തെ അടിച്ചൊടുക്കുക മാത്രമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അങ്ങനത്തെ ഒരവസ്ഥയിൽ എന്തുണ്ടാകും? നമ്മുടെ ഇന്നാട്ടിൽ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ നിരപരാധിയും പെടും അല്ലേ? നമ്മൾ പറയും കലാപം ഉണ്ടായി, ഞാൻ ആ കലാപത്തിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല, പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ ജയിലിലാക്കി. സംഭവം ശരിയാണ്, കണ്ണും മൂക്കും ഉണ്ടാകില്ല. ഈ വാഗൺ ദുരന്തം നടന്ന കാലത്ത് ബ്രിട്ടീഷ് പട്ടാളം മുസ്ലിങ്ങളെ തെരഞ്ഞ് പിടിച്ചു കൊണ്ടിരുന്നു. അവിടെ നിരപരാധിയെന്നോ അപരാധിയെന്നോ അവർ നോക്കിയില്ല. അടിച്ചൊതുക്കേണ്ടത്, ഈ നാട്ടിലെ സമാധാനം സ്ഥാപിക്കേണ്ടത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ പിടിച്ചുകെട്ടി കൊണ്ടവരെ പിടിച്ചുകെട്ടി വലിച്ചൊഴിച്ച് കൊണ്ടുപോയി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വാഗണിൽ കുത്തി നിറച്ച് ബെല്ലാരിയിലേക്ക്, പൊത്തനൂരിലേക്ക് കൊണ്ടുപോയി. ഇത് ഒരു ദിവസമൊന്നുമല്ല വാഗണിൽ ആളുകളെ കൊണ്ടുപോയത്. ഒരുപാട് ദിവസം ആ വാഗണിൽ മാപ്പിള ലഹളക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഒരു ദിവസത്തെ വാഗണിൽ മാത്രമാണ് ആ ദുരന്തം ഉണ്ടായത്. ആ വാഗൺ ദുരന്തത്തിൽ അങ്ങ് പിടിച്ചു കൊണ്ടുപോയ നിരവധി പേരിൽ അതിൽ ലഹളയിൽ പങ്കെടുക്കാത്തവരുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലഹളയിൽ പങ്കെടുക്കാത്തവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലഹളയിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും അടക്കമുള്ള ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുപോയ ആ വാഗണിലാണ് ഒരു ദിവസം നിരവധി ആളുകൾ, 80-ലേറെ പേർ ശ്വാസം മുട്ടിപ്പടഞ്ഞു മരിച്ചത്. അതിനെ നമ്മൾ ദുഃഖിക്കുന്നുണ്ട്, ഹിന്ദുക്കളെ ദുഃഖിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. നമ്മൾ മരണം ആര് ചെയ്താലും, മരണം ഏത് ഭാഗത്തു നിന്നുണ്ടായാലും, കൊലപാതകം ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ അപലപിക്കുകയും അതിനെ ദുഃഖിക്കുകയും ചെയ്യുന്നവരാണ് ഹിന്ദുക്കൾ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അത് വൺ സൈഡ് ആവരുന്നത് മാത്രം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ദുരന്തത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വാഗൺ ദുരന്തത്തെക്കുറിച്ച് പറയും,
തുവൂർ കലാപത്തെക്കുറിച്ച്, തുവൂരിലുണ്ടായ സംഭവത്തെക്കുറിച്ച് പറയില്ല. അത് വൺ സൈഡ് അല്ലേ? അത് പഠിപ്പിക്കുമ്പോൾ, അത് പറയുമ്പോൾ, അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് തുവൂർ കിണറിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കണം. മണ്ണിട്ട് മൂടാനില്ല ഇത്തരം ചരിത്രങ്ങളെ മണ്ണിട്ട് മൂടാൻ ഇടതുപക്ഷ ചരിത്രകാരന്മാർ ഒരുപാട് കാലം ശ്രമിച്ചിട്ടുണ്ട്, അതവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രമെല്ലാം നമ്മളിത് പുറത്തേക്ക് കൊണ്ടുവരിക. ആ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ചരിത്രകാരന്മാരുടെ ആ തെറ്റായ കോട്ടകൾ മുഴുവൻ നമ്മളിന്ന് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ തുവൂർ അനുസ്മരണം, അന്ന് ബലിദാനികളായ ആളുകളെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തുവൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ തുവൂർ പറയുന്നു, ഗായകൻ ട്രാജഡി പറയുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? നമ്മൾ അതും കൂടെ ഒന്ന് പരിശോധിക്കണം. ഖിലാഫത്ത് മൂവ്മെന്റ് ആണ്. എന്താണ് ഖിലാഫത്ത് മൂവ്മെന്റ്? നമ്മൾ ചോദിക്കുക, എന്താണ് ഖിലാഫത്ത്? എന്താണ് ഖിലാഫത്ത് രാജ്യം? എന്തായിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ്? ഈ മൂന്നെണ്ണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ ആ കാലത്ത് ഏറനാടും വള്ളുവനാട്ടിലും കോഴിക്കോടിന്റെയും പൊന്നാനിയുടെയും പാർശ്വഭാഗങ്ങളിലും നടന്ന ഹിന്ദു ഉന്മൂലന കലാപത്തിന്റെ യഥാർത്ഥ കാര്യകാരണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുക. ഖിലാഫത്ത് എന്നാൽ അത് ഇസ്ലാമികമാണ്, അത് ഖുർആനികമാണ്. ഖിലാഫത്ത് രാജ്യം എന്നാൽ അത് ഇസ്ലാമിക രാജ്യമാണ്. ശരീഅത്ത് നിയമങ്ങൾക്ക് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ശരീഅത്ത് ഭരണത്തിന് അനുസൃതമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമുള്ള രാജ്യമാണ് ഈ ഖിലാഫത്ത് രാജ്യം. അവിടെ മറ്റു മതങ്ങൾക്കൊന്നും സ്ഥാനമൊന്നുമില്ല. ഇനി ഏതെങ്കിലും മതങ്ങൾ ഈ രാജ്യത്ത്, ഇസ്ലാമിക രാജ്യത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ അവരും മതം മാറിക്കൊള്ളണം. അതിന്റെ ഉദാഹരണം നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴും നടക്കുകയില്ല. പാകിസ്ഥാൻ രൂപീകരിക്കുന്ന കാലത്ത് എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു? ഇന്ന് എത്ര ശതമാനമാണ് ഹിന്ദുക്കൾ അവശേഷിക്കുന്നത്? അപ്പൊ ബാക്കി ഹിന്ദുക്കൾ എവിടെ പോയി? തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിന് ശേഷം, അവരെ ഇസ്ലാമികവൽക്കരിച്ചതിന് ശേഷം ആ കുടുംബത്തെ പൂർണ്ണമായും ഹിന്ദുത്വത്തിൽ നിന്നും, ഹിന്ദു കുടുംബത്തിൽ നിന്നും അകറ്റുന്ന ഒരു സമ്പ്രദായം അവിടെ ഏറെക്കാലമായി പാകിസ്ഥാനിൽ നടക്കുന്നു. ഇതാണ് ഈ മുസ്ലിം രാജ്യത്ത് നടക്കുന്നത്. അപ്പൊ ഈ ഖിലാഫത്ത് രാജ്യത്തെ ഭരണാധികാരി ഖലീഫയാണ് ഖിലാഫത്ത് രാജ്യത്തെ ഭരണാധികാരി. ഖലീഫ എന്നാൽ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് മുസ്ലിങ്ങൾ കരുതിക്കൊള്ളുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹു എന്ന് പറയുന്നതും ഖലീഫ എന്ന് പറയുന്നതും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി അവർ കരുതിക്കൊള്ളുന്നു. അപ്പൊ ഖലീഫ എന്ന പദവി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയരക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. അപ്പൊ ഖലീഫയ്ക്കെതിരെ എന്ത് സംഭവിക്കുന്നുവോ അതെല്ലാം ഇസ്ലാമിനല്ല ക്ഷതമായിട്ടാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുക. പഴയ സമയത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ ഈ ഖിലാഫത്തിന്റെ കീഴിലായിരുന്നു. തുർക്കി ഒരു ഖിലാഫത്ത് രാജ്യമാണ്. വഹാദുദ്ദീൻ ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റിന് ആധാരമായ സംഭവങ്ങൾ നടക്കുന്ന കാലത്തെ ഖലീഫ. സുൽത്താൻ വഹാദുദ്ദീൻ ഖലീഫയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രതിഷേധത്തിന്റെ ശബ്ദമുയർന്നു. മുസ്ലിങ്ങൾ തന്നെ ഈ ഖലീഫ പദവി ഇല്ലാതാക്കാൻ, ഖലീഫ പദവി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കിയിലെ പുരോഗമനവാദികളായ ആളുകൾ മുസ്ലിങ്ങൾ രംഗത്ത് വന്നു.
കുറേ പഴഞ്ചൻ മൗലവിമാരുടെ പഴഞ്ചൻ ആശയങ്ങളിൽ മുസ്ലിം മതം ഉന്നതി പ്രാപിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാർഗം ഖലീഫ പദവി അവസാനിപ്പിക്കണം. ഖാസി മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ തുർക്കിയിലെ പുരോഗമനവാദികളായ മുസ്ലിങ്ങൾ സംഘടിച്ച് പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പോൾ ഖലീഫ പദവി ഇല്ലാണ്ടാകണം എന്ന് പറഞ്ഞതാരാ? തുർക്കിയിലെ മുസ്ലിങ്ങൾ തന്നെയാണ്. അതിന് പ്രക്ഷോഭം നയിച്ചതാരാ? തുർക്കിയിലെ പുരോഗമനവാദികളാണ്. അതിന് നേതൃത്വം നൽകിയത് മുസ്തഫ കമാൽ പാഷ. ഈ മുസ്തഫ കമാൽ പാഷയെ വധശിക്ഷയ്ക്ക് വരെ, ഇതിൻ്റെ പേരിൽ വധിക്കാൻ വരെ ഖലീഫ ഉത്തരവിട്ടിരുന്നു. എന്നിട്ട് വളരെ രഹസ്യമായാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഈ ഒരു സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയത്. ഒരു ഭാഗത്ത് ജർമ്മനിയും മറുഭാഗത്ത് ബ്രിട്ടനും. സ്വാഭാവികമായും ബ്രിട്ടീഷ് ഗവൺമെന്റ് വിചാരിച്ചു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടനോട് അനുകൂലമായിരിക്കും, അവരുടെ മനസ്സും അവരുടെ ശക്തിയും എല്ലാം ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് അനുകൂലമായി വരും, ബ്രിട്ടന് അനുകൂലമായി വരും എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് കരുതി. എന്നാൽ ഇവരുടെ ആത്മീയ പുരുഷനായിട്ടുള്ള ഖലീഫ ജർമ്മനിയുടെ പക്ഷത്തിൽ ചേർന്നപ്പോൾ ബ്രിട്ടൻ ഭയപ്പെട്ടു. മുസ്ലിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടില്ലേ എന്ന് സംശയിച്ചു. എന്താ അങ്ങനെ സംശയിക്കാൻ കാരണം? ഏത് കാലത്തും മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. ഏത് കാലത്തും ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. അതേമാതിരി കോൺഗ്രസ് രൂപീകരിച്ചത് എന്തിനാണ്? കോൺഗ്രസ് രൂപീകരിച്ചത് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണ നൈപുണ്യങ്ങൾ ഇന്ത്യക്കാരിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, വെറുതെ പറയുന്നൊന്നുമല്ല. അവരുടെ വാർഷിക പൊതുയോഗങ്ങൾ നടന്നിരുന്നത് ബ്രിട്ടീഷ് ചക്രവർത്തിയെ സ്തുതിച്ചുകൊണ്ടായിരുന്നു. അവരുടെ വാർഷിക പൊതുയോഗങ്ങൾ അവസാനിച്ചിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സ്തുതിച്ചുകൊണ്ടായിരുന്നു, പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു. പിന്നീടാണ് അതിനൊക്കെ മാറ്റം വന്നത്. അവരുടെ പ്രസിഡന്റ് ആരായിരുന്നു? മദാമയായിരുന്നു, ആനി ബസന്റ് മദാമ. കോൺഗ്രസിന് ഇന്നും അതൊന്നും മോചനമൊന്നും കിട്ടിയിട്ടില്ല. ഇന്നും മദാമ തന്നെയാണ്. ഈ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറുന്നത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം മുതൽക്ക്. ക്വിറ്റ് ഇന്ത്യ സമരം വരെ 1942 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം ആഹ്വാനം ചെയ്യുന്നത് വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പൊ 1921 നടന്ന സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പരിപൂർണ ബോധ്യമാണല്ലോ, സത്യമാണ്. അങ്ങനെ ജർമ്മനിയുടെ പക്ഷത്ത് ഖലീഫ വന്നപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ഇന്ത്യൻ മുസ്ലിങ്ങളോട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഖലീഫ ജർമ്മനിയുടെ പക്ഷത്ത് ചേർന്നു എന്നതുകൊണ്ട് നിങ്ങളിതിനെ മതപരമായ ഒരു യുദ്ധമായി കാണരുത്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും സഹകരണം ഈ യുദ്ധത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബ്രിട്ടനെ അനുകൂലിക്കണം എന്ന് ഇന്ത്യൻ വൈസ്രോയി ഇന്ത്യൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. ഫലം കണ്ടു. അനവധി മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ചേർന്നു. അനവധി മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ചേർന്നു. ഏറനാട്ടിൽ നിന്നും വള്ളുവനാട്ടിൽ നിന്നും അനവധി മുസ്ലിങ്ങളുടെ ഒരു സൈന്യം തന്നെ ബ്രിട്ടീഷ് സൈന്യ വ്യൂഹത്തിലുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സൈന്യ വ്യൂഹത്തിന്റെ 77th മോപ്പിള റൈഫിൾസ് എന്ന ഒരു പട്ടാള യൂണിറ്റ് ഏറനാട് വള്ളുവനാട് ഭാഗങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്നവരാണ്. അങ്ങനെ യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു.
ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ ഖലീഫയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഖലീഫ വഹാബുദ്ദീൻ ഒരു ബ്രിട്ടീഷ് പടക്കപ്പലിൽ പോയി അഭയം പ്രാപിച്ചു. പിന്നീടുണ്ടായ അധികാര, ഭൂമി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായ ചില സന്ധികളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുസ്തഫ കമാൽ പാഷ കയറി വന്നു. ബ്രിട്ടീഷുകാരോട് പറഞ്ഞു ഇവിടെ തുർക്കിയിലെ മുസ്ലിങ്ങൾക്ക് ദീർഘകാലമായ ഒരു ആഗ്രഹമുണ്ട്. അത് തുർക്കിയിലെ മുസ്ലിം സമുദായത്തിന്റെ ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ടതാണ്. ഞങ്ങൾക്ക് തുർക്കിയിലെ ഖലീഫ പദവി ഇല്ലാതാകണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്തഫ കമാൽ പാഷയുടെ ആ ഒരു ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഖലീഫ പദവി റദ്ദാക്കി. അപ്പൊ ഖലീഫ പദവി റദ്ദാക്കിയത് തുർക്കിയിലെ മുസ്ലിങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയായിരുന്നു. അതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിലൊരു നിമിത്തമായി എന്ന് മാത്രം. ഇതിനെതിരെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ അനുകൂലിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകുമല്ലോ. അങ്ങിങ്ങ് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭശൂരത്വമായി കെട്ടടങ്ങുകയാണ്. അങ്ങനെ എവിടെയും പ്രക്ഷോഭവുമില്ല, ഒന്നുമില്ല, ഖലീഫ പദവിയുടെ സംഭവങ്ങളൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ മുസ്ലിം നേതാക്കന്മാർ ചിരപുരാതനമായി ആഗ്രഹിച്ച ഒരു ആഗ്രഹമുണ്ട്. ഇന്ത്യയെ സമ്പൂർണമായി ഇസ്ലാമികവൽക്കരിക്കുക എന്ന ഒരു വിചാരം. ആലി സഹോദരന്മാർ അടക്കമുള്ള ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള തന്ത്രം ആലോചിച്ച് നടക്കുമ്പോഴാണ് തുർക്കിയിലെ ഈ ഇഷ്യൂ വരുന്നത്. അതിനെ അവർ പരമാവധി മുതലെടുക്കാനാണ് ശ്രമിച്ചത്. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ഇന്ത്യയെ ആക്രമിക്കുക, ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ഇന്ത്യയെ ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ആ ഇസ്ലാമിക രാജ്യം ഇന്ത്യ ഭരിക്കുക. അതിനവർ കണ്ടെത്തിയ ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനായിരുന്നു. ആലി സഹോദരന്മാരടക്കമുള്ള ആ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഇസ്ലാമിക നേതാക്കന്മാർ അഫ്ഗാനിസ്ഥാനിലെ അമാനുള്ള രാജാവിന് കത്തെഴുതി, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കണം, ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കണം, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം. ആ കത്ത് അമാനുള്ള രാജാവ് അവഗണിച്ചു. രണ്ടാമത്തെ തന്ത്രം എന്തായിരുന്നു? അഫ്ഗാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്നും ധാരാളം മുസ്ലിങ്ങളെ അഫ്ഗാനിസ്ഥാനിലേക്ക് അഭയാർത്ഥികളായിട്ട് പറഞ്ഞയച്ചു. കുറെ അഭയാർത്ഥികളെ കണ്ടു വരുമ്പോൾ സ്വാഭാവികമായി ഒരു ഭരണാധികാരി ശ്രദ്ധിക്കുമല്ലോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 10,000-കണക്കിന് മുസ്ലിങ്ങൾ അഫ്ഗാനിലേക്ക് അഭയാർത്ഥികളായി പുറപ്പെട്ടു. അവിടെയും അവർക്ക് പിഴച്ചു. അഫ്ഗാൻ രാജാവ് ആ അഭയാർത്ഥി പ്രവാഹത്തെ തടഞ്ഞു. ഇങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞ് നിരോധനവും പുറപ്പെടുവിച്ചു. ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കാനുള്ള രണ്ടാമത്തെ തന്ത്രവും പൊളിഞ്ഞു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ആദ്യം പറഞ്ഞ അഫ്ഗാനിസ്ഥാനെ ക്ഷണിച്ചുകൊണ്ടുള്ള ആ കത്തിനെ കുറിച്ച് മഹാത്മാഗാന്ധിജി യങ് ഇന്ത്യയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അലഹബാദിൽ വെച്ച് ചേർന്ന ഖിലാഫത്ത് യോഗത്തിൽ മഹാത്മാഗാന്ധിജി ഈ കാര്യം വളരെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ അഫ്ഗാൻ പ്രേമമുണ്ടോ? അതും ഗാന്ധിജി എഴുതിയിട്ടുണ്ട്. അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയല്ലോ എല്ലാ കാര്യങ്ങളും.
ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? അഭയാർത്ഥികൾ. ഇത് നമ്മൾ എഴുതിയൊന്നുമില്ല, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ